കെമിസ്ട്രിയിൽ മോളിക്യൂൾസിൻ്റെ ഷേപ്പ് പഠിക്കാതെ ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു FTA വ്ളോഗ്. FTA വ്ളോഗിൻ്റെ ഇന്നത്തെ അതിമനോഹരമായ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ എപ്പിസോഡിലായിട്ട് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ അവസാനത്തെ 5 സെഷനുകളിലേക്കാണ് നമ്മൾ ഇനി വരുന്ന എപ്പിസോഡുകളായിട്ട് കടന്നു പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി, VSEPR തിയറി. എന്താണ് VSEPR തിയറി? എങ്ങനെയാണ് മോളിക്യൂൾസിൻ്റെ ഷേപ്പ് തീരുമാനിക്കുക, വരയ്ക്കുക എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ് മൊത്തം മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. തീർച്ചയായും ക്ലാസ് കഴിയുമ്പോഴേക്കും വളരെ നല്ല ഐഡിയയിൽ നിങ്ങൾക്ക് VSEPR തിയറി മനസ്സിലാവും. അത് കൃത്യമായിട്ട് വരയ്ക്കാനും നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ട് പെൻസില്, സ്കെയില്, അതുപോലെ റബ്ബർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ ഒരു വൈറ്റ് പേപ്പറിൽ വരയ്ക്കാൻ റെഡി ആയിട്ട് വേണം ഈ ക്ലാസ് കേൾക്കാൻ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് ക്ലാസ് മനസ്സിലാകും. VSEPR തിയറി മനസ്സിലാവും, ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ മനസ്സിലാവും. അടുത്ത വർഷം +2 എത്തിക്കഴിഞ്ഞാലും നമുക്ക് പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് P ബ്ലോക്ക്, D ആൻഡ് F ബ്ലോക്ക് എന്നൊക്കെ പറയുന്ന പാഠങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഈ ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെ ക്ലാസ് ശ്രദ്ധിച്ച് ഒന്ന് വരച്ച് എഴുതി നോക്കുക. ഓക്കെ, നമുക്കറിയാം ലൂയിസ് സ്ട്രക്ചർ കൊണ്ട് മോളിക്യൂൾസിൻ്റെ ഷേപ്പ് ഒരിക്കലും വരക്കാൻ പറ്റുന്നില്ല, ഡിറ്റർമിൻ ചെയ്യാനും പറ്റില്ല. അവിടെയാണ് സിഡ്വിക് ആൻഡ് പവൽ എന്ന് പറയുന്ന 2 പേർ മോളിക്യൂളിൻ്റെ ഷേപ്പ് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് VSEPR തിയറി ആദ്യമായിട്ട് പ്രൊപ്പോസ് ചെയ്തത്. പിന്നീട് നൈലോം ആൻഡ് ഗില്ലസ്പി എന്ന് പറയുന്ന 2 പേരാണ് ഇത് കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇവരുടെ പോസ്റ്റുലേറ്റ്സ്? ഇവരുടെ VSEPR തിയറി ഉണ്ടാക്കുമ്പോൾ ഇവർ നൽകിയ ചില നിർദ്ദേശങ്ങൾ, പോസ്റ്റുലേറ്റുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പ് തീരുമാനിക്കുന്നത് വാലൻസ് ഷെല്ലിനകത്തുള്ള ഇലക്ട്രോൺ ജോഡികളാണ്. നമുക്കറിയാം ഒരു ആറ്റത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഷെല്ലാണ് വാലൻസ് ഷെൽ. അതിനകത്ത് ഇലക്ട്രോണുകളുണ്ട്. ആ വാലൻസ് ഷെല്ലിനകത്തുള്ള ഇലക്ട്രോണുകളാണ് മറ്റൊരു ആറ്റത്തിൻ്റെ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺ അതുമായിട്ട് കൂടിച്ചേർന്നിട്ട് ബോണ്ടൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് അത് തന്നെയാണ്, വാലൻസ് ഷെല്ലിനകത്തുള്ള ഇലക്ട്രോണുകളാണ് മോളിക്യൂൾസിൻ്റെ ഷേപ്പ് തീരുമാനിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നത്. ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ ഈസ് ഡിറ്റർമിൻഡ് ബൈ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ്. രണ്ടാമത്തെ പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഇലക്ട്രോൺ പെയറുകൾക്ക് നെഗറ്റീവ് ചാർജ് ആയതിനാൽ അവ പരസ്പരം വികർഷിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഇലക്ട്രോൺ പെയറിന് നെഗറ്റീവ് ചാർജാണ്. 2 സെയിം ചാർജുള്ള ആൾക്കാർ അടുത്തടുത്തേക്ക് വരുമ്പോൾ വികർഷിക്കുന്നു എന്നും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോൺ പെയറുകൾ പരസ്പരം വികർഷിക്കുന്നു എന്നുള്ളതാണ് VSEPR തിയറിയുടെ രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഈ റിപ്പൾഷൻ കുറക്കുന്നതിന് വേണ്ടി അത് സ്പേസിൽ അറേഞ്ച് ചെയ്ത് നിൽക്കുന്നു. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിടയിലുള്ള റിപ്പൾഷൻ മിനിമമാണ്, അവർക്കുള്ള ഡിസ്റ്റൻസ് മാക്സിമമാണ്. These electron pairs are arranged in space in such a manner that the repulsion between them is minimum and distance between them is maximum. Distance കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? സ്റ്റെബിലിറ്റി കൂടും എന്ന് നമുക്ക് അറിയാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. ഈ ഇലക്ട്രോൺ പെയറുകൾ എന്ന് പറയുന്നത് ഒരു മോളിക്യൂൾ എടുത്ത് നോക്കുമ്പോൾ 2 തരത്തിൽ കാണാൻ പറ്റും. ഒന്ന് ബോണ്ട് പെയർ ഇലക്ട്രോൺസ് അഥവാ ഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ്. 2 ലോൺ പെയർ ഇലക്ട്രോൺസ് അഥവാ അൺഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഈ വാട്ടർ മോളിക്യൂൾ നോക്കൂ. ഈ വാട്ടർ മോളിക്യൂൾ ഓക്സിജൻ എന്ന് പറയുന്ന സെൻട്രൽ ആറ്റം ഉണ്ട്. ആ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അവരുമായിട്ട് ഓക്സിജൻ ബോണ്ട് ഉണ്ടാക്കുമ്പോൾ
ഓക്സിജൻ തൻ്റെ ഒരു ഇലക്ട്രോൺ ഹൈഡ്രജൻ തൻ്റെ ഒരു ഇലക്ട്രോണുമായി പങ്കുവെച്ച് OH എന്ന് പറയുന്ന സിംഗിൾ കോവാലൻ്റ് ബോണ്ട് ഉണ്ടാക്കുന്നു. അതുപോലെ ഓക്സിജൻ്റെ മറ്റൊരു ഇലക്ട്രോൺ മറ്റൊരു ഹൈഡ്രജൻ ആറ്റവുമായി കൂടി ചേർന്ന് അവിടെയും ഒരു സിംഗിൾ കോവാലൻ്റ് ബോണ്ട് ഉണ്ടാക്കുന്നു. ഓക്സിജൻ്റെ അവശേഷിക്കുന്ന 4 ഇലക്ട്രോൺസ് 2 പെയറായിട്ട് അവിടെ നിൽക്കുന്നു. ഇതിനകത്ത് ആ OH ബോണ്ട് അതാണ് ബോണ്ട് പെയർ. മറ്റേ OH ബോണ്ടിലും ഒരു ബോണ്ട് പെയർ. അപ്പോൾ 2 ബോണ്ട് പെയർ ഉണ്ട്. ഓക്സിജൻ്റെ മേലെ 2 ലോൺ പെയറും ഉണ്ട്. അപ്പോൾ ഇലക്ട്രോൺ പെയറുകൾ എന്ന് പറയുന്നത് ബോണ്ട് പെയർ ഉണ്ട്, ലോൺ പെയർ ഉണ്ട് എന്ന് ഒന്നുകൂടി നിങ്ങൾക്ക് വ്യക്തമായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലോൺ പെയറിൻ്റെ ഒരു പ്രത്യേകത ബോണ്ട് പെയറിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി സ്പേസ് വേണം അതിന് നിൽക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ലോൺ പെയറുകൾക്കിടയിൽ ഉണ്ടാകുന്ന റിപ്പൾഷനും ബോണ്ട് പെയറുകൾക്കിടയിൽ ഉണ്ടാകുന്ന റിപ്പൾഷനും ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുണ്ടാകുന്ന റിപ്പൾഷനൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ നൈലോം ഗില്ലസ്പി കൂടുതൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ലോൺ പെയർ റിപ്പൾഷനാണ് കൂടുതൽ റിപ്പൾഷൻ, വിച്ച് ഇൻ ടേൺ ഗ്രേറ്റർ ദാൻ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ, വിച്ച് ഇൻ ടേൺ ഗ്രേറ്റർ ദാൻ ബോണ്ട് പെയർ റിപ്പൾഷൻ. അതായത് ലോൺ പെയറും തമ്മിലുള്ള റിപ്പൾഷനാണ് കൂടുതൽ, അതിനേക്കാളും കുറച്ച് റിപ്പൾഷൻ കുറവായിരിക്കും ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൾഷൻ, അതിനേക്കാളും വളരെ കുറവായിരിക്കും ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൾഷൻ. അതും കൂടി നമ്മൾ മോളിക്യൂളിൻ്റെ ഷേപ്പ് തീരുമാനിക്കുമ്പോൾ മനസ്സിലാക്കണം. ഇനി ചില മോളിക്യൂൾസ് എടുക്കുകയാണെങ്കിൽ അവിടെ മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടാകും. മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ ഷേപ്പ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ ബോണ്ടിനെ സിംഗിൾ സൂപ്പർ പെയർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അതായത് ഒരു സിംഗിൾ ഇലക്ട്രോൺ പെയർ ആയിട്ട് കൺസിഡർ ചെയ്യണം ആ കാൽക്കുലേഷൻ സമയത്ത്. അത് ഞാൻ വഴിയെ പറഞ്ഞു തരും. അത് ഡബിൾ ബോണ്ട് ആയിക്കോട്ടെ ട്രിപ്പിൾ ബോണ്ട് ആയിക്കോട്ടെ നമ്മളതിനെ ഒന്നായിട്ട് കാണണം. ഓക്കെ, ഇനി നമുക്കറിയാം ഈ ബോണ്ട് ആംഗിൾ നോക്കുകയാണെങ്കിൽ 180 ഡിഗ്രി ആംഗിളിലാണ് റിപ്പൾഷൻ മിനിമം ഉണ്ടാവുക. 2 ബോണ്ടുകൾ 180 ഡിഗ്രി ആംഗിളിൽ നിൽക്കുകയാണെങ്കിൽ റിപ്പൾഷൻ വളരെ കുറവായിരിക്കും. 120 ഡിഗ്രി ആംഗിളിൽ നിൽക്കുകയാണെങ്കിൽ റിപ്പൾഷൻ കുറച്ച് കൂടുതലായിരിക്കും. എന്നാൽ 90 ഡിഗ്രി ആംഗിളിൽ നിൽക്കുകയാണെങ്കിൽ റിപ്പൾഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ 5-6 പോയിന്റുകൾ ഞാൻ പറഞ്ഞു. അതാണ് VSEPR തിയറിയുടെ പോസ്റ്റുലേറ്റ്സ്. വാട്ട് ആർ ദി പോസ്റ്റുലേറ്റ്സ് ഓഫ് VSEPR തിയറി എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന പോലെ 1 by 1 ആയിട്ട് പറയണം. ഒന്നാമത്തെ പോയിന്റ് എന്താ? ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ ഈസ് ഡിറ്റർമിൻഡ് ബൈ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ്. ക്ലിയർ? Number 2, since these electron pairs are having negative charge, they repel each other. Number 3, these electron pairs are arranged in space so that repulsion between them is minimum and distance between them is maximum. As a result, stability is maximum. Okay, number 4, the repulsion between electron pairs is in such a manner that lone pair repulsion is greater than lone pair bond pair repulsion, which in turn greater than bond pair repulsion. Okay, number 5, the repulsion between bond pairs decreases in the following order. 90 degree repulsion is maximum, which is greater than 120 degree, which in turn greater than 180 degree angle വെച്ച് പറയുമ്പോൾ. And number 6, multiple bond is considered as single super pair. ഈ 6 കാര്യങ്ങൾ മോളിക്യൂളിനകത്തുള്ള വാലൻസ് ഷെല്ലിനകത്തുള്ള ഇലക്ട്രോൺ ജോഡികളാണ് ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ തീരുമാനിക്കുന്നത്. ഇലക്ട്രോൺ ജോഡികൾക്ക് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് അവർ റിപ്പൽ ചെയ്യും. അങ്ങനെ റിപ്പൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്പേസിൽ അവർ നിൽക്കുന്നത് പരസ്പരം മാക്സിമം അകലത്തിലാണ്. മോളിക്യൂൾസിനകത്ത് ഇലക്ട്രോൺ പെയറുകൾ ബോണ്ട് പെയറും ലോൺ പെയറും ഉള്ളത് കൊണ്ട് അതിന് ലോൺ പെയർ റിപ്പൾഷനാണ് കൂടുതൽ റിപ്പൾഷൻ ഉണ്ടാവുക. ഏറ്റവും കുറവുണ്ടാവുക ബോണ്ട് പെയർ റിപ്പൾഷനാണ്. ആംഗിൾ നോക്കുകയാണെങ്കിൽ 90 ഡിഗ്രി ആംഗിളിനാണ് ഭയങ്കര റിപ്പൾഷൻ ഉണ്ടാവുക. 180 ഡിഗ്രി ആംഗിളിലാണ് വളരെ കുറച്ച് റിപ്പൾഷൻ ഉണ്ടാവുക. ലാസ്റ്റ് പോയിന്റ് മൾട്ടിപ്പിൾ ബോണ്ടാണ് സിംഗിൾ സൂപ്പർ പെയർ ആയിട്ട് നമ്മൾ കാണണം. അങ്ങനെയാണെങ്കിൽ നമുക്കിതൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് മോളിക്യൂളിൻ്റെ ഷേപ്പ് തീരുമാനിക്കുന്നത് എന്നതിലേക്ക് പോകാം. അതിനു വേണ്ടിയിട്ട് ലോൺ പെയർ ഉള്ള മോളിക്യൂളും ലോൺ പെയർ ഇല്ലാത്ത മോളിക്യൂളും എന്ന രീതിയിൽ നമുക്ക് അത് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആദ്യം ലോൺ പെയർ തീരെ ഇല്ലാത്ത മോളിക്യൂളുകൾ അതെടുക്കാം. അതിനെ ഒരു 4-5 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. AB2 ടൈപ്പ്, AB3, AB4, AB5, AB6. എന്താണത്? A എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആറ്റം, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് ബോണ്ട് ഉണ്ടാക്കാൻ വരുന്ന ആറ്റം. അപ്പോൾ ഒരു സെൻട്രൽ ആറ്റവും 2
ആറ്റവും അടുത്തേക്ക് വരികയാണെങ്കിൽ ആകെ 3 ആറ്റം, അതിന് AB2 കാറ്റഗറിയിൽ പെടുത്താം. ഉദാഹരണത്തിന് ബെറിലിയം ക്ലോറൈഡ്. അപ്പോൾ ഒരു ബെറിലിയമാണ് A, 2 ക്ലോറിനാണ് B. ഈ മോളിക്യൂൾസിനകത്ത് സെൻട്രൽ ബെറിലിയം ആറ്റത്തിന് ചുറ്റും എത്ര ഇലക്ട്രോൺ പെയർ ഉണ്ട്, എത്ര ബോണ്ട് പെയർ ഉണ്ട് എന്നാണ് ആദ്യം അതിനു വേണ്ടി കണ്ടെത്തേണ്ടത്. 2. അപ്പോൾ ഇലക്ട്രോൺ പെയർ 2, അത് രണ്ടും എന്ത് തന്നെയാണ്, ബോണ്ട് പെയർ തന്നെയാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ടോട്ടൽ ഇലക്ട്രോൺ പെയർ ഈസ് 2. അക്കോർഡിംഗ് ടു VSEPR തിയറി ഈ പറയുന്ന പോസ്റ്റുലേറ്റ്സ് ഒക്കെ വെച്ചിട്ട് റിപ്പൾഷൻ മാക്സിമം കുറച്ചുകൊണ്ട് അത് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ലീനിയർ ഷേപ്പിൽ ദൈ കാണുന്ന പോലെ നിൽക്കും. ഒരു സെൻട്രൽ ബെറിലിയം 180 ഡിഗ്രി ആംഗിള് 2 ബോണ്ട് Cl അപ്പുറം ഇപ്പുറം ആയിട്ട്, BeCl2, HgCl2, BeH2 അങ്ങനെ വരുന്ന എല്ലാ എക്സാമ്പിൾ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 4 ഇലക്ട്രോണുകൾ, അതായത് 2 ബോണ്ട് പെയറുകൾ വരുന്ന ഏത് കേസിനും ലീനിയർ ഷേപ്പ് ആയിരിക്കും. മറ്റ് എക്സാമ്പിൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സെൻട്രൽ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ വെച്ചുകൊണ്ട് വരുന്ന ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ വെച്ചുകൊണ്ട് ബോണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് 2 ബോണ്ട് മാത്രം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതിനെല്ലായ്പ്പോഴും ലീനിയർ ഷേപ്പ് കൊടുക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ കേസാണ് AB3. അതൊരു എക്സാമ്പിളാണ് BH3, BCl3, അങ്ങനെ ഏതും എടുക്കാം. അപ്പോൾ അവിടെ ബോറോണ് ചുറ്റും 3 ആണ് വാലൻസ് ഇലക്ട്രോൺ. 3 ഹൈഡ്രജൻ ആറ്റം തൻ്റെ ഓരോ ഇലക്ട്രോൺസ് വെച്ചുകൊണ്ട് BH3 എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ടാക്കി. ശരിയല്ലേ? അങ്ങനെ അവർ ബോണ്ട് വരക്കുമ്പോൾ എത്ര ബോണ്ടാണ് അവിടെ വരുന്നത്? BH 3 എണ്ണം, BH. അപ്പോൾ 3 ബോണ്ട് വരുമ്പോൾ എന്താണ് അവർക്ക് ഏറ്റവും സ്റ്റേബിളായ രൂപം? ആ 3 ബോണ്ടും 120 ഡിഗ്രി ആംഗിൾ ഒരു ട്രയാങ്കിളിൻ്റെ 3 കോർണറിലേക്ക് നിൽക്കുന്നത് പോലെ, ഇതായി കാണുന്ന പോലെ. അപ്പോൾ ഓരോ BH ബോണ്ടുകൾക്കിടയിലുമുള്ള ആംഗിൾ 120 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ ഷേപ്പ് നമുക്ക് ട്രയാങ്കുലാർ പ്ലനാർ, ട്രയഗണൽ പ്ലനാർ എന്നൊക്കെ പറയാം. അതിന് എക്സാമ്പിളാണ് BH3, BCl3 എക്സെട്ര. ഓക്കെ, അപ്പോൾ ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ പരീക്ഷാ പേപ്പറിൽ എഴുതേണ്ട രീതി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെൻട്രൽ ആറ്റം ആദ്യം എഴുതുക. ഇപ്പോൾ BH3 തന്നെ എടുക്കാം, ബോറോൺ. എന്നിട്ട് അറ്റോമിക് നമ്പറും കോൺഫിഗറേഷൻ എഴുതുക. 5, 1s2, 2s2, 2p1. എന്നിട്ട് 2s2, 2p1 ആണ് വാലൻസ് ഷെൽ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വാലൻസ് ഇലക്ട്രോൺ 3. ഇപ്പോൾ ബോറോണിന് ചുറ്റും 3 ഡോട്ട് അല്ലെങ്കിൽ 3 ക്രോസ് വെക്കുക. എന്നിട്ട് 3 ഹൈഡ്രജൻ ആറ്റം അതിനടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഓരോ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെയും ഓരോ ഇലക്ട്രോൺ വെച്ചിട്ട് 3 ബോണ്ട് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലൂയിസ് സ്ട്രക്ചർ അവിടെ വരയ്ക്കുക. ലൂയിസ് സ്ട്രക്ചറാണ്, ഷേപ്പ് വരക്കണം എന്നല്ല ഉദ്ദേശിച്ചത്, ലൂയിസ് സ്ട്രക്ചറാണ്. അങ്ങനെ എന്നിട്ട് നിങ്ങൾ അതിനകത്തുള്ള ബോണ്ട് പെയറും ലോൺ പെയറും ഒക്കെ കൗണ്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ലോൺ പെയർ ഇല്ലാത്ത മോളിക്യൂളാണ് എടുക്കുന്നത്. അപ്പോൾ ബോണ്ട് പെയർ മാത്രം എടുക്കുക. അപ്പോൾ ബോണ്ട് പെയർ ഈസ് 3. ഇപ്പോൾ ടോട്ടൽ ബോണ്ട് പെയർ 3 ആയതുകൊണ്ട് ഇലക്ട്രോൺ പെയർ 3 എന്ന് മനസ്സിലായി. അപ്പോൾ എന്നിട്ട് അക്കോർഡിംഗ് ടു VSEPR തിയറി ഇഫ് ദർ ആർ 3 ഇലക്ട്രോൺ പെയർസ് ഷേപ്പ് ഈസ് ട്രയാങ്കുലാർ പ്ലനാർ, ട്രയഗണൽ പ്ലനാർ വിത്ത് ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി എന്ന് പറഞ്ഞുകൊണ്ട് ഇതായി കാണുന്ന പോലെ സ്ട്രക്ചർ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ അതേ ഒരു പാറ്റേണിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. AB4, അതിന് എക്സാമ്പിളാണ് CH4, NH4+, SiCl4, SiH4, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ തരാം. അപ്പോൾ അതിൽ CH4 എടുത്തുകൊണ്ട് നമുക്ക് പറയാം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് വരക്കണം? ലൂയിസ് സ്ട്രക്ചർ. കാർബൺ അറ്റോമിക് നമ്പർ 6, 1s2, 2s2, 2p2. 2s2, 2p2 ആണ് വാലൻസ് ഇലക്ട്രോൺ. അണ്ടർലൈൻ ചെയ്യുക. 2s2, 2p2 വാലൻസ് ഇലക്ട്രോൺ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് അണ്ടർലൈൻ ചെയ്യണമെന്ന് ഞാൻ സാധാരണ പറയാറുണ്ട്. അപ്പോൾ 4 ആണ് കിട്ടിയത്. അപ്പോൾ കാർബണിന് ചുറ്റും 4 ഡോട്ട് ലൂയിസ് സ്ട്രക്ചർ വരക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വരക്കുക. എന്നിട്ട് ആരാണ് വരുന്നത്? ഹൈഡ്രജൻ. ഹൈഡ്രജനിൽ എത്രയാണ് ഇലക്ട്രോൺ ഉള്ളത്? 1. അപ്പോൾ ഓരോ ഹൈഡ്രജനും ഓരോന്ന് വീതം വെച്ചുകൊണ്ട് ഈ കാർബൺ വെച്ചിരിക്കുന്ന ഇലക്ട്രോണുമായിട്ട് മ്യൂച്വൽ ഷെയറിങ്ങിലൂടെ കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കും. ദൈ കാണുന്ന പോലെ CH4. അപ്പോൾ 4 ബോണ്ട് പെയറാണുണ്ടെന്ന് മനസ്സിലായി. കാർബണിന് ചുറ്റും ഒരു ലോൺ പെയറും ഇല്ല. അപ്പോൾ എന്താണ് 4 ആവുമ്പം VSEPR തിയറി പറഞ്ഞത്? VSEPR തിയറിയിൽ പറയുന്നത് 4 ഇലക്ട്രോൺ പെയർ ആണെങ്കിൽ നമുക്കത് ഈ കാണുന്ന പോലെ വരച്ചു കഴിഞ്ഞാൽ ബോണ്ട് ആംഗിൾ 90 ഡിഗ്രിയാണ് വരിക. അത് ഭയങ്കര റിപ്രഷൻ ആയിരിക്കും. അപ്പോൾ 4 ബോണ്ടുകൾ ക്രമീകരിച്ചുകൊണ്ട് ഒരു പുതിയ തരം ഷേപ്പ് ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും +1 കുട്ടികൾ. ടെട്രാഹിഡ്രൽ ഷേപ്പ് എന്ന് പറയുന്നൊരു ഷേപ്പാണ് ഉണ്ടാവുക. അതായത് താഴെ ഒരു ട്രയാങ്കിൾ ആയിട്ടുള്ള ഒരു ഷേപ്പും മുകളിലേക്ക് ഒരു ബോണ്ടും. അപ്പോൾ CH4 എന്ന് പറയുന്ന മോളിക്യൂളിന് ഇതായി കാണുന്ന പോലെ ടെട്രാഹിഡ്രൽ ഷേപ്പാണ്. ഇത് നിങ്ങൾ ഒരു സോപ്പ് എടുത്തിട്ടുണ്ട്, സോപ്പ് കുറച്ച് ഈർക്കിൽ എന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ ഓലയുടെ ഈർക്കിൽ, ആ സോപ്പും ഈർക്കിലും എടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ഷേപ്പ് ഒന്ന് സ്വയം ഉണ്ടാക്കി നോക്കുക. സെൻറ്ററിൽ ഒരു സോപ്പ് പീസ് എടുത്തിട്ട് അവിടെ വെക്കുക. അതിനകത്തേക്ക് 4 ഈർക്കിലുകൾ ഇങ്ങനെ കുത്തി വെക്കുക.
എല്ലാ ആംഗിളും നിങ്ങൾ ഒരുപോലെ വരുന്ന രീതിയിൽ ക്രമീകരിക്കുക. എങ്ങനെ ബോൾ തിരിച്ച് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആംഗിളും ഒരുപോലെ വരുന്ന രീതിയിൽ ക്രമീകരിക്കുക. അങ്ങനെ ക്രമീകരിക്കുമ്പോൾ നിങ്ങൾക്ക് 109 ഡിഗ്രി 109.5 ഡിഗ്രി എന്ന് പറയുന്ന ഒരു ആംഗിൾ ആയിരിക്കും കിട്ടുക. അതാണ് ടെട്രാഹിഡ്രൽ ബോണ്ട് ആംഗിൾ. ഇപ്പോൾ CH4 എന്ന് പറയുന്ന മോളിക്യൂളിനകത്ത് ഉണ്ടാവുന്ന ബോണ്ട് ആംഗിളാണ് ടെട്രാഹിഡ്രൽ ബോണ്ട് ആംഗിൾ. അത് 109.5 ഡിഗ്രിയാണ്. ഈ കാണുന്ന പോലെയാണ് അതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ അക്കോർഡിംഗ് ടു VSEPR തിയറി, ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ മീഥേൻ ഈസ് ടെട്രാഹിഡ്രൽ വിത്ത് ബോണ്ട് ആംഗിൾ 109.5 ഡിഗ്രി എന്നതിനോടുകൂടി അതിൻ്റെ ആൻസറായി. ക്ലിയർ? യെസ്. ഇനി നമ്മൾ പറയുന്നത് അടുത്ത മോളിക്യൂളാണ് AB5. സെൻട്രൽ ആറ്റം AB5 ഉള്ളത് ഒരു എക്സാമ്പിൾ പറയൂ. PCl5, ഫോസ്ഫറസ് പെൻഡാക്ലോറൈഡ്. അപ്പോൾ നമ്മളതിൻ്റെ സ്ട്രക്ചർ വരക്കാൻ പോവാണ്, ഷേപ്പ് വരക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഫോസ്ഫറസ്, അറ്റോമിക് നമ്പർ 15, അതിൻ്റെ കോൺഫിഗറേഷൻ നമുക്കറിയാം 1s2 2s2 2p6 3s2 3p3. ഇത് നിയോൺ വെച്ച് പറയുകയാണെങ്കിൽ നിയോൺ 3s2 3p3. ഷോർട്ട് കട്ട് എഴുതാൻ ഒക്കെ നിങ്ങൾക്ക് അറിയാം. എല്ലാ സമയത്തും ഞാൻ ഫുള്ളായിട്ട് പറയുന്നതേ ഉള്ളൂ. ഷോർട്ട് കട്ട് ഉപയോഗിച്ചെങ്കിൽ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് എഴുതുക. നിയോൺ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ 10 ആയി. പിന്നെ 3s2 3p3 15. 3s2 3p3 ആണ് വാലൻസ് ഇലക്ട്രോൺ. അപ്പോൾ 5 ആണ് വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് ഫോസ്ഫറസ് ആറ്റം. ഇനി നമ്മൾ ഇതിൻ്റെ ലൂയിസ് സ്ട്രക്ചർ വരക്കാൻ പോവാണ്. ഫോസ്ഫറസ് ആറ്റത്തിന് ചുറ്റും 5 ഇലക്ട്രോൺസ് സിംഗിൾ ആയിട്ടാണ് വരക്കേണ്ടത്, പെയറായിട്ടല്ല. കാരണം അതിനടുത്തേക്ക് വരുന്ന ക്ലോറിൻ ആറ്റം 5 എണ്ണം ഉണ്ട്. ഓരോ ക്ലോറിൻ ആറ്റത്തിനും ഓരോന്നാണ് വേണ്ടത്, അല്ലേ? ക്ലോറിൻ്റെ കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p5 ആണ്. അതായത് നിയോൺ 3s2 3p5 ആണ്. 3s2 3p5 7 ആണ്. അപ്പോൾ ക്ലോറിൻ്റെ വാലൻസ് ഇലക്ട്രോൺ 7 ആണ്. അതിന് 1 കിട്ടണം. അപ്പോൾ ഒരു ക്ലോറിന് 1 ഇലക്ട്രോൺ ആണ് കിട്ടേണ്ടത്. അപ്പോൾ 5 ക്ലോറിന് 5 ഇലക്ട്രോൺ കിട്ടണം. അപ്പോൾ ഫോസ്ഫറസിന് ചുറ്റും 5 സിംഗിൾ ഇലക്ട്രോൺ വരയ്ക്കുക. അങ്ങനെയാണ് നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ 5 സിംഗിൾ ഇലക്ട്രോൺ വരച്ചിട്ട് 5ൻ്റെ അടുത്തേക്ക് 5 ക്ലോറിൻ ആറ്റം വന്നു. അങ്ങനെ 5 PCl ബോണ്ട് ഉണ്ടാവുകയാണ്. സെൻട്രൽ ഫോസ്ഫറസിന് ചുറ്റും 5 ബോണ്ട് പെയർ മാത്രം, വേറെ ഒന്നുമില്ല, ലോൺ പെയർ ഒന്നുമില്ല. അപ്പോൾ അക്കോർഡിംഗ് ടു VSEPR തിയറി, മാക്സിമം സ്റ്റെബിലിറ്റിക്ക് വേണ്ടി മിനിമം റിപ്പൾഷൻ ആവുന്ന രീതിയിൽ എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്നാണെന്ന് സ്റ്റഡി ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ നൈലോമിനും ഗില്ലസ്പിക്കും കിട്ടിയ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രയാഗണൽ പ്ലെയിനിൽ 120 ഡിഗ്രി ആംഗിളിൽ 3 ബോണ്ട് നിൽക്കുക. പിന്നെയോ 90 ഡിഗ്രി ആംഗിളിൽ 2 ബോണ്ട് മുകളിലോട്ടും താഴോട്ടുമായിട്ട് നിൽക്കുക. ട്രയഗണൽ ബൈ പിരമിഡ് എന്ന് പറയുന്ന സ്ട്രക്ചറാണ് PCl5 കിട്ടിയത്. ആ ഒരു രീതിയിൽ അതിന് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രയഗണൽ ബൈ പിരമിഡ് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചറാണ് PCl5 ഉണ്ടാകുന്നത്. അതിൽ ആ ട്രയഗണൽ പ്ലെയിനിൽ ഉണ്ടാകുന്ന 3 ബോണ്ടിനെ ഇക്വറ്റോറിയൽ ബോണ്ട് എന്നും മുകളിലോട്ടും താഴോട്ടും നിൽക്കുന്ന ബോണ്ടിനെ ആക്ഷ്യൽ ബോണ്ട് എന്നും വിളിക്കും. അത് നിങ്ങൾ പഠിച്ചു വെക്കണം, അത് പിന്നീട് ആവശ്യമുണ്ട്. അപ്പോൾ ഈ PCl5 ഇക്വറ്റോറിയൽ ബോണ്ടുകൾക്കിടയിലുള്ള ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രി. ആക്ഷ്യൽ ബോണ്ടുകൾക്കിടയിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. ഷേപ്പ് ഈസ് ട്രയഗണൽ ബൈ പിരമിഡൽ ഷേപ്പ്, അല്ലേ? ബോണ്ട് ആംഗിൾ 2 എണ്ണം ഉണ്ടെന്ന് മനസ്സിലായി, 90 ഡിഗ്രി ആൻഡ് 120 ഡിഗ്രി. ഇനി നമ്മൾ അവസാനത്തെ മോളിക്യൂളിലേക്ക് പോവാണ്. AB6, ഒരു സെൻട്രൽ ആറ്റം എയും 6 സപ്പോർട്ടിംഗ് ആറ്റവും ബോണ്ട് ഉണ്ടാക്കാൻ വരുന്ന ആറ്റവും. അതിന് എക്സാമ്പിളാണ് SF6, സൾഫർ ഹെക്സാഫ്ലൂറൈഡ്. നമ്മൾ VSEPR തിയറി പ്രകാരം ഷേപ്പ് ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ലൂയിസ് സ്ട്രക്ചർ വരക്കാൻ പോവാണ്. സൾഫർ അറ്റോമിക് നമ്പർ 16 ആണ്. അപ്പോൾ നിയോൺ 3s2 3p4. അപ്പോൾ 6 ആണ് ബാലൻസ് ഇലക്ട്രോൺ. അതിനടുത്തേക്ക് വരുന്ന ആൾ ഫ്ലൂറിൻ 9, അറ്റോമിക് നമ്പർ 9 ആണ്, അല്ലേ? യെസ്. അപ്പോൾ ഹീലിയം 2s2 2p5. അപ്പോൾ 2s2 2p7 ആണ്. ഓരോ ഫ്ലൂറിനും 1 ഇലക്ട്രോൺ വേണം. 6 ഫ്ലൂറിൻ ഉണ്ട്. 6 ഫ്ലൂറിനും 6 സിംഗിൾ ഇലക്ട്രോൺ വേണം. അപ്പോൾ നമ്മൾ ലൂയിസ് സ്ട്രക്ചർ വരക്കുമ്പോൾ സെൻട്രൽ സൾഫറിന് ചുറ്റുമായിട്ട് 6 സിംഗിൾ ഇലക്ട്രോൺ മാർക്ക് ചെയ്യുന്നു. അവിടെ ഒന്നും പെയറാക്കുന്നില്ല. അതാണ് നമ്മൾ ആവശ്യത്തിനനുസരിച്ചാണ് ഡോട്ടുകൾ ക്രമീകരിക്കേണ്ടത്, പെയറായിട്ടോ സിംഗിളായിട്ടോ. അപ്പോൾ ഇവിടെ സിംഗിളായിട്ടാണ് വേണ്ടത്, കാരണം 6 ഫ്ലൂറിൻ ആറ്റം വരുന്നത്. ഈ കാണുന്ന പോലെ 6 ഫ്ലൂറിൻ ആറ്റം ഇവരുമായിട്ട് കോവാലൻ്റ് ബോണ്ട് ഉണ്ടാക്കുന്നു. സൾഫറിന് ചുറ്റും 6 SF ബോണ്ട്, വേറെ ലോൺ പെയർ ഒന്നുമില്ല. അപ്പോൾ ഈ 6 SF ബോണ്ടിന് സ്റ്റേബിളായിട്ട് എങ്ങനെ അറേഞ്ച് ചെയ്യണം? VSEPR പറയുന്നത് സ്ക്വയർ ബൈ പിരമിഡ് അഥവാ ഒക്ടാഹിഡ്രൽ. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. സ്ക്വയർ ബൈ പിരമിഡിൻ്റെ എല്ലാ കോർണറും തമ്മിൽ കണക്ട് ചെയ്ത് കിട്ടുന്ന രൂപത്തെയാണ് ഒക്ടാഹിഡ്രൽ എന്ന് വിളിക്കുന്നത്. ഒക്ടാഹിഡ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ട എന്ന് പറഞ്ഞാൽ 8 നമുക്കറിയാം. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ഫേസ് ആണ് അതിനുള്ളത്. ഇങ്ങനെയും 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 4 ഫേസ് മുകളിലും താഴെ 4 ഫേസ്, 8 ഫേസ്. പക്ഷേ എത്ര കോർണറേ ഉണ്ടാവുള്ളൂ? 6 കോർണറേ ഉണ്ടാവുള്ളൂ. 4 മൂലക്കുള്ള 4, അതാണ് സ്ക്വയർ എന്ന് വിളിക്കുന്നത്. മേലെ ഒരു താഴെ ഒന്ന്, അപ്പോൾ 6. അപ്പോൾ സ്ക്വയർ ബൈ പിരമിഡ് അല്ലെങ്കിൽ ഒക്ടാഹിഡ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സാധനമാണ്.
അപ്പോൾ ആ രീതിയിൽ SF6 അറേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ആംഗിളും 90 ഡിഗ്രിയാണ്. അപ്പോൾ SF6 90 ഡിഗ്രി. അപ്പം നമ്മൾ എത്ര കേസ് പറഞ്ഞു? AB2 പറഞ്ഞു, AB3 പറഞ്ഞു, AB4 പറഞ്ഞു, AB5 പറഞ്ഞു, AB6 പറഞ്ഞു. അപ്പോൾ അക്കോർഡിംഗ് ടു VSEPR തിയറി നമുക്ക് പറയാം, if molecule containing only bond pairs, shape of the molecule is as given below. എന്നിട്ട് നമുക്ക് AB2 എന്ന് എഴുതാം. ഈ കാണുന്ന പോലെ AB2ൻ്റെ സ്ട്രക്ചർ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഷേപ്പ് ലീനിയർ ആണെന്ന് എഴുതുക. ബോണ്ട് ആംഗിൾ 180 ഡിഗ്രി എന്ന് എഴുതുക. എക്സാമ്പിൾ ബെറിലിയം ക്ലോറൈഡ് എന്ന് എഴുതുക. അതുപോലെ എല്ലാം കംപ്ലീറ്റ് ആക്കി. അടുത്തത് AB3. അതിൻ്റെ ഷേപ്പ് നമ്മളിങ്ങനെ വരയ്ക്കുക അല്ലേ. എന്താണ് ഷേപ്പ്? ട്രയാങ്കുലാർ പ്ലനാർ. അവർക്കിടയിലെ ബോണ്ട് ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രി. എന്താണ് എക്സാമ്പിൾ? BH3, BCl3, BF3 ഇതൊക്കെ കൊടുക്കാം. ഇനി മൂന്നാമത്താണ് AB4. എന്താണ് ഷേപ്പ് വരുന്നത്? ടെട്രാഹിഡ്രൽ. എന്താണ് അതിൻ്റെ ബോണ്ട് ആംഗിൾ? 109 ഡിഗ്രി 28 മിനിറ്റ്. 109 ഡിഗ്രി 28 മിനിറ്റ്. അതാണ് ബോണ്ട് ആംഗിൾ. ആ 109 ഡിഗ്രി 28 മിനിറ്റ് വെച്ചിട്ട് കിട്ടുന്ന മോളിക്യൂൾസിന് എക്സാമ്പിളാണ് CH4, SiCl4 എക്സെട്ര. ഓക്കെ. ഇനി വരുന്നതാണ് AB5. അതിൻ്റെ ഷേപ്പാണ് ട്രയഗണൽ ബൈപിരമിഡ്. ഏതൊക്കെ ബോണ്ട് ആംഗിൾ വരാം? 90 ഡിഗ്രിയും വരാം, 120 ഡിഗ്രിയും വരാം. എക്സാമ്പിൾ എന്താണ്? PCl5. അടുത്ത മോളിക്യൂളാണ് SF6. AB6 എന്ന് പറയുന്ന കാറ്റഗറി. എക്സാമ്പിൾ SF6. ഷേപ്പ് സ്ക്വയർ ബൈപിരമിഡ് അല്ലെങ്കിൽ ഒക്ടാഹിഡ്രൽ. ബോണ്ട് ആംഗിൾ വരുന്നത് 90 ഡിഗ്രി മാത്രമാണ്. അതിന് എക്സാമ്പിളാണ് SF6. അപ്പോൾ ഈ രീതിയിൽ ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾസ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. അതാണ് VSEPR 3 പ്രകാരം ബോണ്ട് പെയർ മാത്രം മോളിക്യൂളുള്ള കേസ്. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ലോൺ പെയറും കൂടി കയറി വരുന്ന മോളിക്യൂളിൻ്റെ കേസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഒരു മോളിക്യൂൾ കിട്ടിക്കഴിഞ്ഞാൽ ആ മോളിക്യൂളിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് തീരുമാനിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ചാർട്ട് മാത്രം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വന്നാൽ മതി. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുക്കലാണ്. എങ്ങനെ? ആറ്റം, സെൻട്രൽ ആറ്റത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ ലൂയിസ് സ്ട്രക്ചർ വരക്കുക. അപ്പോൾ ബോണ്ട് പെയർ കിട്ടും. ആ ബോണ്ട് പെയറിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ ചാർട്ടിൽ നിന്ന് ഏതാണ് ഷേപ്പ് എന്ന് മനസ്സിലാവും. ആ ഷേപ്പിൽ മോളിക്യൂളിനൊന്ന് വരച്ച് നോക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾ വീട്ടിൽ നിന്നും ഒന്ന് വരച്ച് നോക്കുക. BCl3, അതുപോലെ SiCl4. ഇതൊന്ന് സ്വന്തമായിട്ട് സെൻട്രൽ ആറ്റമൊക്കെ വരച്ച് ലൂയിസ് സ്ട്രക്ചറൊക്കെ വരച്ച് അതിന് ഷേപ്പ് ഒന്ന് തീരുമാനിച്ചിട്ടൊന്ന് എഴുതുക. ഓക്കെ. യെസ്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ലോൺ പെയർ കൂടി കയറി വന്നു കഴിഞ്ഞാലുള്ള ഷേപ്പ് എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാം. ബൈ ബൈ. അടുത്ത എക്സാമ്പിളാണ് CH4. അടുത്ത എക്സാമ്പിളാണ് AB4. AB4ൻ്റെ എക്സാമ്പിളാണ് CH4, SiH4, CCl4. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. അത് നമ്മൾ ആദ്യം എന്തെടുക്കണം? സെൻട്രൽ ആറ്റം മീഥേൻ എടുക്കുക നമ്മൾ ആദ്യം എക്സാമ്പിൾ. അപ്പോൾ സെൻട്രൽ ആറ്റം കാർബൺ. അപ്പോൾ കാർബണിന് ചുറ്റും 4 വാലൻസ് ഇലക്ട്രോൺ എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6, 1s2, 2s2, 2p2, അതായത് ഹീലിയം 2s2, 2p2. 4 ഇലക്ട്രോൺസ് ആണ്. 4 സിംഗിൾ ഇലക്ട്രോൺ മാർക്ക് ചെയ്യുക, കാരണം 4 ഹൈഡ്രജൻ ആറ്റം വരുന്നുണ്ട്. അങ്ങനെ 4 ഹൈഡ്രജൻ ആറ്റം വരുമ്പോൾ 4 സിംഗിൾ ഇലക്ട്രോൺ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 4 ബോണ്ട് പെയർ ആണ് CH4ന് ചുറ്റും എന്ന് നമുക്ക് മനസ്സിലായി. 4 ബോണ്ട് പെയർ. വേറെ കാർബണിന് ചുറ്റും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഒന്നുമില്ല. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എന്താണ് അതിൻ്റെ ഷേപ്പ്? ആ ഷേപ്പാണ് ടെട്രാഹിഡ്രൽ ഷേപ്പ്. ഈ കാണുന്ന ഒരു പുതിയൊരു ഷേപ്പാണ് ടെട്രാഹിഡ്രൽ ഷേപ്പ്. കാരണം ഈ 4 ബോണ്ടിനെയും കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ ടെട്രാഹിഡ്രൽ എന്ന് പറയുന്ന ബോണ്ട് ആംഗിൾ 1